ശ്രീ കെ ജെ ജേക്കബ്, അരവിന്ദ് കെജ്രിവാൾ ഇന്ന് വാർത്താ സമ്മേളനം എന്ന പേരിൽ രാജ്യത്തോട് സംസാരിച്ചത് നമ്മളൊക്കെ കേട്ടതാണ്. ഇത് കേട്ട് മോദി കിടുങ്ങിയോ, അമിത്ഷാ ഞെട്ടിയോ? BJP പറഞ്ഞ മറുപടികൾ തൃപ്തികരമായ മറുപടി ഉണ്ടോ? ഇത് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് BJP നേതാക്കന്മാർ ചെയ്തുകൊണ്ടിരുന്നത് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക എടുത്തു വെച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് മാന്ത്രികന്മാർ സൃഷ്ടിക്കുന്നത് പോലെ നുണകൾ അവരുടെ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഇല്ലാത്ത നുണകൾ കോൺഗ്രസിൻ്റെ പേരിൽ അടിച്ചുവിടുകയാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എന്തിന് രാജ്നാഥ് സിംഗിനെ പോലുള്ള ആളുകൾ പോലും. ആ കൂട്ടത്തിലെ ഏറ്റവും മാന്യനായ മനുഷ്യനെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് ശ്രീ രാജ്നാഥ് സിംഗ്. അദ്ദേഹം പോലും അത് പറഞ്ഞു കളയുന്നു. ഇന്നിപ്പം ഇതിലൊരു ഈ പണിക്ക് സാധാരണ കോൺഗ്രസ്സിനത് പരിചയമില്ലാത്തൊരു പണിയാണത്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് അത് ഇഫക്റ്റീവായിട്ട് കൗണ്ടർ ചെയ്യാൻ പറ്റില്ല. ആ കൗണ്ടറാണ് ഇന്ന് കേജ്രിവാൾ ചെയ്തത്. ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് ചോദിക്കും. നിങ്ങളുടെ പ്രധാനമന്ത്രി ആരാണ്? ഇന്നിപ്പം അതിന് അമിത്ഷാ മറുപടി പറഞ്ഞു, ഇല്ലില്ല, അങ്ങനത്തെ നിയമങ്ങളൊന്നും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഞങ്ങളുടെ BJPയുടെ ഭരണഘടനയിൽ അങ്ങനെയൊന്നും ഇല്ല, മോദി തന്നെ തുടരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BJP ഡിഫൻസിലേക്ക് കൊണ്ടുവരിക. അതാണ് ഇന്ന് കേജ്രിവാൾ ചെയ്തത്. മനുഷ്യർ 5 വർഷത്തെ ഭരണത്തിന് ശേഷം, BJPയെ സംബന്ധിച്ചിടത്തോളം 10 വർഷത്തെ ഭരണത്തിന് ശേഷം അടുത്ത 5 വർഷം ആര് ഭരിക്കണം എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ ആ ചോദ്യം നാട്ടുകാരോട് പറയുക, 10 വർഷത്തിന് കൊണ്ട് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു, അടുത്ത 5 വർഷം ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞ് അന്തസ്സായിട്ട് വോട്ട് പിടിക്കുന്നതിന് പകരം പ്രതിപക്ഷ പാർട്ടിയെ അങ്ങ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം തുടങ്ങി ഓഡിറ്റ് ചെയ്യുകയും അവർ പറയാത്ത നുണകൾ നാട്ടുകാരോട് പറയുകയും അങ്ങേയറ്റം വെറുപ്പ് നാട്ടുകാരുടെ ഇടയ്ക്ക് പ്രസരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിക്ക് പറ്റിയ മറുപടിയാണ്. അവർക്ക് ഇതേ നടക്കൂ. അതല്ലാതെ സെൻസിബിളായിട്ട് അവരോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നടപ്പുള്ള കാര്യമല്ല. അവർക്ക് കേജ്രിവാളെ പറ്റൂ. അപ്പം അങ്ങോട്ട് കയറി ഗോൾ അടിക്കുകയാണ് ചെയ്തത്. എവിടെയാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? അദ്ദേഹം 75 വയസ്സ്. അപ്പോൾ അത് BJP തന്നെ പലരെയും മാറ്റി നിർത്തിയതാണ്. BJPയുടെ ഭരണഘടനയിൽ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? അപ്പോൾ അവർ എന്തിനാണ് അദ്വാനിയെ മാറ്റി നിർത്തിയത്? എന്തിനാണ്? ഇതൊക്കെ ഇനി അവർ വിശദീകരിക്കേണ്ടി വരും. അത് അവരുടെ പ്രശ്നമാണ്. ഇതിപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ ഇത്ര വയസ്സ് വരെ MP ആകാവുള്ളൂ എന്നൊന്നുമില്ല. മിനിമം ഏജ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മാക്സിമം ഏജ് നമ്മുടെ ഭരണഘടന പറഞ്ഞിട്ടില്ല. ആർക്ക് വേണമെങ്കിലും ആകാം. മോദിക്ക് 80 വയസ്സ് വരെ 90 വയസ്സ് വരെ പ്രധാനമന്ത്രി ആയിരിക്കുന്നതിനും MP ആയിരിക്കുന്നതിനും ഒരു ഭരണഘടനാപരമായ ഇതുമില്ല. പക്ഷേ ഒരു ചൊറിച്ചിൽ അങ്ങോട്ട് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ അരവിന്ദ് കെജ്രിവാൾ. അതായത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക അപ്പുറത്തെ ഗ്രൂപ്പിൽ. അതിൻ്റെ അകത്ത് ഉത്തരേന്ത്യയിൽ നമ്മൾ കേൾക്കുന്നത് ശരിയാണ് എങ്കിൽ രജപുത്രന്മാർ BJPയുമായിട്ട് ഗുസ്തിയിലാണ്. ആ സമുദായം മുഴുവൻ BJPയുമായിട്ട് ഗുസ്തിയിലാണ്. അതിൻ്റെ അകത്തും കൂടെ ഒരു ചെറിയ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി കൊടുത്തു. യോഗിയെ ഉടനെ മാറ്റും എന്ന് പറഞ്ഞിട്ട്. ഇതിൽ സെൻസിബിളായിട്ടുള്ള രാഷ്ട്രീയമാണെങ്കിൽ, തെരഞ്ഞെടുപ്പ് പ്രചരണമാണെങ്കിൽ ഇതൊന്നും അല്ല ആളുകൾ ചെയ്യുന്നത്. പക്ഷേ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും രാജ്യത്തിൻ്റെ ഭരണകക്ഷിയും ഇമ്മാതിരി വെറുപ്പ് മനുഷ്യർക്കിടയിൽ 14% വരുന്ന മുസ്ലിങ്ങളെക്കുറിച്ച് ഇല്ലാത്ത നുണകൾ പറഞ്ഞുണ്ടാക്കുക, ഹിന്ദുക്കളുടെ കെട്ടുതാലി പറിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്ന് കോൺഗ്രസ് അതിൻ്റെ ഭരണഘടന ഇങ്ങനെ ഏറ്റവും വഷളായ രീതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനെ കൊണ്ടുപോകുമ്പോൾ അതിനെ ഒന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഇതേ നടക്കൂ. കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെയുടെ 2 എഴുത്തുകൾ പ്രധാനമന്ത്രിക്ക് പോയി. നിങ്ങൾ ഈ വേണ്ടാതിനം പറയരുത്, ഞങ്ങൾ വേണമെങ്കിൽ വ്യാഖ്യാനിച്ചു തരാം, ഞങ്ങൾ എന്താ പറഞ്ഞതെന്നുള്ളതിന് ഒരു മറുപടി പറഞ്ഞില്ലല്ലോ. ഇന്നിപ്പോൾ കേജ്രിവാൾ പറഞ്ഞപ്പോൾ അമിത്ഷാ മറുപടിയായിട്ട് എത്തി. ഇതേ നടക്കുള്ളൂ. തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന് പറയുന്ന പോലെ അതേ നടക്കൂ. രാജ്യത്തിലെ ഭരണകക്ഷിയും പ്രധാനമന്ത്രിയും പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണം മലീമസമാക്കുമ്പോൾ ഇതാണ് ഇപ്പോൾ തെളിയും. ഇപ്പോൾ BJPക്ക് മനസ്സിലാവും ഇതേ നടക്കുമെന്ന്. അവർ രാമനെ എടുത്താൽ കേജ്രിവാൾ ഹനുമാനെ എടുക്കും. ഇതാണ് കഥ. ഇന്നുമായിട്ട് ഡൽഹി മുഴുവൻ ഹനുമാൻ കഥകളാണ്. അത് ബജ്രംഗ് ബലിയെ വെച്ചിട്ടാണ് കേജ്രിവാളിൻ്റെ കളി. അതേ നടക്കൂ. ശ്രീരാമൻ നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളുടെ ദൈവമാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണ ചിഹ്നമല്ല. ഈ രാജ്യത്തെ കോടാനുകോടി മനുഷ്യരുടെ ദൈവമാണ് ശ്രീരാമൻ. ആ ശ്രീരാമൻ്റെ പേരിലാണ് BJP വോട്ട് പിടിക്കുന്നത്. മറുപടി ഹനുമാനാണ്. ഇങ്ങനെങ്കില്ല. അതാണ് ഹനുമാനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BJPക്ക് ചൊറിയാൻ പറ്റില്ല. ആ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അതിനുള്ള മറുപടി ഈ തെറിക്കൊത്തരം മുറിപ്പത്തൽ പ്രയോഗമാണ് ഇന്ന് കേജ്രിവാൾ കൊടുത്തത്.